بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. ഒന്നാമത്തെ ഹദീസ് وعن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يمسن أحدكم ذكره بيمينه وهو يبول ولا يتمسح من الخلاء بيمينه ولا يتنفس في الإناء متفق عليه واللفظ لمسلم. وعن سلمان رضي الله عنه قال لقد نهانا رسول الله صلى الله عليه وسلم أن نستقبل القبلة بغائط أو بول أو أن نستنجي باليمين أو أن نستنجي بأقل من 3 أحجار أو أن نستنجي برجيع أو عظم. رواه مسلم. وللسبعة عن أبي أيوب الأنصاري رضي الله عنه فلا تستقبلوا القبلة ولا تستدبروها بغائط أو بول ولكن شرقوا أو غربوا. وعن عائشة رضي الله عنها قالت إن النبي صلى الله عليه وسلم قال من أتى الغائط فليستتر. رواه أبو داود. ونامت حديث عن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يمسن أحدكم ذكره بيمينه وهو يبول ولا يتمسح من الخلاء بيمينه ولا يتنفس في الإناء متفق عليه واللفظ لمسلم. وعن أبي قتادة أبو قتادة നിന്ന് നിവേദനം അബൂ ഖതാദ അൽ അൻസാരിയാണ് അദ്ദേഹം. അബൂ ഖതാദ അൽ അൻസാരി, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ അൻസാരി. ബദറിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഉഹദിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ, ഹുദൈബിയ, ഉഹദിന് ശേഷമുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. വഅൻ അബി ഖതാദ റളിയല്ലാഹു അൻഹു അബൂ ഖതാദ അദ്ദേഹം റിബഈ അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അൻസാരിയാണ്. ഹിജ്റയുടെ 56 അദ്ദേഹം മരണപ്പെടുന്നത്. 56. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ യമസ്സന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സ്പർശിക്കരുത്. ലാ യമസ്സന്ന, ലാ നാഹിയാണ്. ലാ യമസ്സന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സ്പർശിക്കരുത്. പിന്നെ ലാ യുംസിക്കന്ന എന്നാണെങ്കിൽ നിങ്ങളൊരാൾ പിടിക്കരുത്. അംസക യുംസിക്കു, പിടിക്കരുത്. ദക്കറഹു, ദക്കർ ലൈംഗികാവയവം, ദക്കറഹു തൻ്റെ ലൈംഗികാവയവത്തെ ബി യമീനിഹി തൻ്റെ വലത് കൈകൊണ്ട്, ബി യമീനിഹി തൻ്റെ വലത് കൈകൊണ്ട്. അപ്പോൾ തൻ്റെ വലത് കൈകൊണ്ട് നിങ്ങളിൽ ഒരാളും തൻ്റെ ലിംഗം പിടിക്കരുത് അല്ലെങ്കിൽ സ്പർശിക്കരുത്. ഇവിടെ ലാ യമസ്സന്ന എന്ന് പറഞ്ഞാൽ സ്പർശിക്കരുത്. അവിടെ ന എന്നുള്ളത് തോക്കിയതിൻ്റെ നൂന. എപ്പോൾ വഹുവ യബൂൽ, അവൻ മൂത്രവിസർജനം നടത്തുന്ന അവസ്ഥയിൽ. വഹുവ യബൂൽ, മൂത്രവിസർജനം നടത്തുന്ന അവസരം. യമീൻ വലത് കൈ, ബിയമീൻ ഈ വലത് കൈ കൊണ്ട്. വഹുവ യബൂൽ, അപ്പം മൂത്രവിസർജനം നടത്തുന്ന അവസരത്തിൽ തൻ്റെ വലത് കൈ കൊണ്ട് തൻ്റെ ലൈംഗികാവയവത്തെ നിങ്ങളൊരാൾ സ്പർശിക്കരുത്. വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി വലാ യതമസ്സഹ്, തമസ്സഹ യതമസ്സഹു എന്ന് പറഞ്ഞാൽ തുടക്കുക, തുടച്ച് വൃത്തിയാക്കരുത്, ശൗചം ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ്. മിനൽ ഖല, മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് തമസ്സുഹ് നടത്തരുത്. ബിയമീനിഹി തൻ്റെ വലത് കൈ കൊണ്ട്. അപ്പോൾ തൻ്റെ വലത് കൈ കൊണ്ട് മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് അയാൾ വലത് കൈ കൊണ്ട് ശൗചം ചെയ്യരുത്. വലാ യതനഫസ് ഫിൽ ഇന, വലാ യതനഫസ് നിശ്വസിക്കരുത്, ഫിൽ ഇന പാത്രത്തിൽ, കുടിക്കുന്ന പാനം ചെയ്യുന്ന പാത്രത്തിൽ അവൻ നിശ്വസിക്കരുത്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്താണ് അബൂ ഖതാദയിൽ നിന്ന്. വല്ലഫ്ദു ലി മുസ്ലിം, ഈ പദപ്രയോഗം മുസ്ലിമിൻ്റേതാണ്. വല്ലഫ്ദു ലി മുസ്ലിമിൻ, ഈ ലഫ്ദ് ഹദീസിൻ്റെ ഈ പദപ്രയോഗം അത് ഇമാം മുസ്ലിമിൻ്റേതാണ്. ഇന എന്ന് പറഞ്ഞാൽ പാത്രം, ഇന എന്ന് പറഞ്ഞാൽ പാത്രം. ഫിൽ ഇന എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിശ്വസിക്കരുത്. അവിടെ ഉദ്ദേശം അതാണ്, പാത്രത്തിൽ നിശ്വസിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ കുടിക്കണ പാനപാത്രം. അപ്പോൾ ഈ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അദബുകൾ പഠിപ്പിക്കുകയാണ്. അതിലൊന്ന്, ലാ യമസ്സന്ന അഹദുക്കും ദക്കറഹു ബി യമീനിഹി വഹുവ യബൂൽ. ഒരാൾ വിസർജനം നടത്തവേ തൻ്റെ വലത് കൈ കൊണ്ട് ലിംഗം പിടിക്കരുത് അല്ലെങ്കിൽ സ്പർശിക്കരുത്. അതെന്തുകൊണ്ടാണ് വിലക്ക്? പിന്നെ മൂത്രവിസർജനം നടത്തുമ്പോൾ ഒരാൾ ലൈംഗിക അവയവം പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം വലത് കൈയിൽ ആവാൻ സാധ്യതയുണ്ട്, അല്ലേ? മൂത്രം ഏൽക്കാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും അത്തരം പിന്നെ ഇപ്പോൾ ശൗചം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ഇടത് കൈയാണ്, വലത് കൈയിന് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ മൂത്രവിസർജന വേളയിൽ വലത് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഇത് മൂത്രിച്ചുകൊണ്ടിരിക്കെ വലത് കൈ കൊണ്ട് പിടിക്കരുതെന്ന് പറഞ്ഞത്. കാരണം അത്തരം കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്നത് ഇടത് കൈയാണ്. വഹുവ യബൂൽ, മൂത്രിക്കുന്ന അവസരത്തിൽ നിന്നാണ്, അവസ്ഥയിൽ. അത് ജുംല ഹാലിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് വലത് കൈ കൊണ്ട് തന്നെ ലിംഗം പിടിച്ചുവിടാന്നല്ല. വലത് കൈ കൊണ്ട് ഒരാൾക്ക് ഈ അവസരത്തിലല്ലാത്ത അവസരത്തിൽ പിടിക്കണതിന് തെറ്റില്ല. പക്ഷേ ഇവിടെയാണ് വിരോധമുള്ളൂ. അപ്പോൾ മൂത്രവിസർജനം നടത്തുമ്പോൾ മാത്രമേ അതിന് വിരോധമുള്ളൂ. അത് ആ വിരോധം വരാനുള്ള കാരണം അതാണ്, കയ്യിൽ അശുദ്ധി പരക്കുമോ എന്നുള്ളതാണ്. ഇവിടെ വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി, വലത് കൈ കൊണ്ട് ഖലായിൽ നിന്ന് അയാൾ മസ്ഹ് ചെയ്യരുത്. ഇവിടെ ശരിക്കും ഉദ്ദേശം ഇസ്തിജ്മാറാണ്. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കലാണ്, തുടച്ച് വൃത്തിയാക്കലാണ്. അപ്പോൾ തുടക്കുകയാണെങ്കിലും ഏതുപയോഗിക്കാൻ പാടുള്ളതല്ല, വലത് കൈ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മസഹറിനെ തടഞ്ഞു എന്നർത്ഥം. അപ്പോൾ അവിടെ തുടച്ച് വൃത്തിയാക്കലാണ് ഉദ്ദേശം. അത് വലത് കൈ കൊണ്ടാകാൻ പാടുള്ളതല്ല, ഇടത് കൈ കൊണ്ടാണ് തുടക്കേണ്ടത് എന്നർത്ഥം. കഴുകുമ്പോൾ വലത് കൈ പാടില്ല. എന്തുകൊണ്ടാണ്? വലത് കൈയിൽ പരക്കും കഴുകുമ്പോൾ, കാരണം നെസ്സിൽ കൈ വെക്കുമല്ലോ കഴുകുമ്പോൾ. തുടക്കുമ്പോൾ അങ്ങനെയല്ല, തുടക്കുമ്പോൾ നേരിട്ട് കയ്യുമ്പോൾ ആണില്ല, പിന്നെ തുടക്കുന്ന സാധനത്തിന്മേ ആവുള്ളൂ. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, വലത് കൈ അതിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം ചിലപ്പോൾ കയ്യിലാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ തുടക്കലും വലത് കൈ കൊണ്ട് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ മനസ്സിലാണ്ട. വലാ യതനഫസ് ഫിൽ ഇന, ഇനാഇൽ, ഇന എന്ന് പറഞ്ഞാൽ പാത്രം, പാത്രത്തിൽ തനഫുസ് പാടില്ല. തനഫുസ് എന്ന് പറഞ്ഞാൽ നിശ്വസിക്കൽ പാടുള്ളതല്ല. അപ്പോൾ കുടിക്കുന്ന പാത്രത്തിൽ നമ്മൾ നിശ്വസിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരാൾ നിശ്വസിക്കുമ്പോൾ അയാളുടെ ലെൻസിലേക്ക് ശ്വാസം വായു വലിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, വലിച്ച വായുവിനെ എന്ത് ചെയ്യണം, അയാൾ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂക്കിൽ നിന്നോ വായിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഉപദ്രവങ്ങൾ ഈ വെള്ളത്തിൽ വീഴാൻ സാധ്യതയുണ്ട്, വൃത്തികേട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദീൻ വൃത്തിയുടെയും അതേപോലെ തന്നെ പിന്നെ ശുദ്ധിയുടെയും ദീനാണ്. അതുകൊണ്ടാണ് ആ വിരോധം വന്നത്. മനസ്സിലായി? മൂക്കുന്ന എന്തെങ്കിലും പിന്നെ വൃത്തികേട് ആവുക എന്നുള്ളത്. അപ്പോൾ അത് കാരണത്താൽ നിശ്വസിക്കുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മൂക്കിൽ നിന്നും വായിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിലക്ക്. അപ്പോൾ ഒരാൾ വെള്ളത്തിലേക്ക് ഊതുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തുമ്മുക എന്നുള്ളത് തീരെയും പാടുള്ളതല്ല. പറഞ്ഞാൽ മനസ്സിലായ? കാരണം എന്താ? അപ്പോൾ കൂടുതൽ തുമ്മിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വൃത്തികേടാണ് വരിക. അപ്പോൾ ഇവിടെ വലാ യതനഫസ് ഫിൽ ഇന എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിശ്വസിക്കുവാൻ പാടുള്ളതല്ല, നിശ്വസിക്കുവാനും പാടുള്ളതല്ല. അതിൻ്റെ കാരണം അതാണ്, ഊതി കുടിക്കാൻ പാടില്ല. وعن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يمسن أحدكم ذكره بيمينه وهو يبول ولا يتمسح من الخلاء بيمينه ولا يتنفس في الإناء متفق عليه واللفظ لمسلم. نرت حديث. وعن سلمان رضي الله عنه قال لقد نهانا رسول الله صلى الله عليه وسلم أن نستقبل القبلة بغائط أو بول أو أن نستنجي باليمين أو أن نستنجي بأقل من 3 أحجار أو أن نستنجي برجيع أو عظم. رواه مسلم. وعن سلمان رضي الله عنه, സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. സൽമാനുൽ ഫാരിസി അദ്ദേഹം സൽമാനുൽ ഖൈർ അല്ലെങ്കിൽ സൽമാൻ അൽ ഇസ്ലാം എന്നീ പേരുകളിൽ പ്രസിദ്ധനാണ്. സൽമാനുൽ ഫാരിസി, സൽമാനുൽ ഖൈർ അല്ലെങ്കിൽ സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പുത്രൻ സൽമാനുൽ ഇസ്ലാം എന്ന് പറയും. സൽമാൻ ഫാരിസി ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം മിൻ യഹൂദിയത്തി അസ്ഫഹാനിലെ യഹൂദിയ പട്ടണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നാട് ജയ് എന്ന് പറയുന്ന ഒരു നാടാണ്.
അപ്പോൾ അസ്ഫഹാനിലെ യഹൂദിയ പട്ടണത്തിൽ ജയ് എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ നാട്. സൽമാൻ ദീർഘകാലം ജീവിച്ചൊരു വ്യക്തിയാണ് സൽമാൻ. അദ്ദേഹം ഒരു സത്യാന്വേഷണ യാത്രയിൽ കുറേ നാടുകൾ താണ്ടിയിട്ടുണ്ട്. അദ്ദേഹം പേർഷ്യക്കാരനാണെങ്കിലും ഇസ്ഫഹാനിലെ യഹൂദിയ പട്ടണക്കാരനാണെങ്കിലും അദ്ദേഹം പിന്നെ സിറിയയിൽ നിന്ന് നസീബീനിൽ നിന്ന് അമ്മോരിയയിലേക്ക്, ഇങ്ങനെ പിന്നെ പല പല സ്ഥലങ്ങൾ താണ്ടി അവസാനം അദ്ദേഹം അടിമയാക്കി പിടിക്കപ്പെടുകയും ബനു കൽബ് ഗോത്രം അദ്ദേഹത്തെ പിന്നെ അടിമയായി പിടിച്ചിട്ട് വിൽക്കുകയും അവസാനം അദ്ദേഹം ഖുബയുടെ അടുക്കൽ, മദീനയിൽ ഖുബയുടെ അടുക്കൽ എത്തുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണുകയും അങ്ങനെ ഖന്തഖ് യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇസ്ലാമിലേക്ക് വരുന്നത്, അദ്ദേഹം സ്വതന്ത്രനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പിന്നെ തിരുനബിയോടൊപ്പമുള്ള യുദ്ധത്തിൽ പങ്കാളിത്തം അത് ഖന്തഖിലാണ്. ഖന്തഖിൽ കിടങ്ങ് കീറാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് സൽമാൻ അൽ ഫാരിസിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മുഹന്ദിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മുഹന്ദിസ്, എൻജിനീയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൽമാനുൽ ഫാരിസി. സൽമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽമാനു മിന്ന അഹ്ലൽ ബൈത്ത്, സൽമാൻ ഞങ്ങൾ നബി കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൽമാൻ അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സിഫീനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റയുടെ 36 സൽമാൻ അൽ ഫാരിസി മരണപ്പെടുന്നത്. 36 അലി റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവാണ് സംസ്കരിക്കുന്നത്. 36 അദ്ദേഹം മരിക്കുന്നത്. സൽമാൻ അൽ ഫാരിസി. വാൻ സൽമാന റളിയല്ലാഹു അൻഹു, സൽമാനിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ലഖദ് നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. ലഖദ് നഹാന, ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അൻ നസ്തഖ്ബിലൽ ഖിബ്ല, ഞങ്ങൾ ഖിബ്ലയെ മുന്നിടുന്നതും. അൻ നസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയെ ഞങ്ങൾ മുന്നിടുന്നത്. എങ്ങനെ? ബിഗായിത്തിൻ ഔ ബൗലിൻ, ബിഗായിത്തിൻ കാഷ്ടിച്ചുകൊണ്ട്, ഔ ബൗലിൻ അല്ലെങ്കിൽ മൂത്രിച്ചുകൊണ്ട്. അപ്പോൾ മൂത്രിച്ചുകൊണ്ടോ കാഷ്ടിച്ചുകൊണ്ടോ ഖിബ്ലയെ മുന്നിടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. ഔ അല്ലെങ്കിൽ അൻ നസ്തൻജിയ ബിൽ യമീനി, വലത് കൈകൊണ്ട് ഇസ്തിൻജ നടത്തുക, ശൗചം ചെയ്യൽ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. ഔ അല്ലെങ്കിൽ അൻ നസ്തൻജിയ, ഞങ്ങൾ ശൗചം ചെയ്യുന്നത് വിരോധിച്ചിട്ടുണ്ട്. ബിൽ യമീൻ, വലത് കൈകൊണ്ട്. ഔ അല്ലെങ്കിൽ, ഈ അല്ലെങ്കിൽ എന്നുള്ളത് നാമത്തിൽ വരുന്നത് ഇവിടെ ശരിക്കും ഔ എന്നുള്ളത് വാവിൻ്റെ അർത്ഥത്തിലാണ്. ഇതൊക്കെ വിരോധിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഔ അൻ നസ്തൻജിയ, ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നത്. ബി അഖല്ല മിൻ സലാസത്തി അഹ്ജാർ, ബി അഖല്ല മിൻ സലാസത്തി അഹ്ജാർ, 3 കല്ലുകളേക്കാൾ കുറവ് കൊണ്ട്, 3 കല്ലുകളേക്കാൾ കുറവ് കൊണ്ട് ഇസ്തിൻജ നടത്തുന്നത്, വൃത്തിയാക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. ഔ അൻ നസ്തൻജിയ ബി റജീഇൻ ഔ അദ്മിൻ, ഔ അൻ നസ്തൻജിയ, ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നതും ഞങ്ങൾ ശൗചം ചെയ്യുന്നതും വിരോധിച്ചിട്ടുണ്ട്. ബി റജീഇൻ, റജീഅ്, റജീഅ് എന്ന് പറഞ്ഞാൽ അതാണ് റൗസ്, അതായത് കുളമ്പുള്ള ജീവികളുടെ കാഷ്ടത്തിനാണ് ശരിക്കും റജീഅ് എന്ന് പറയാം. കുളമ്പുള്ള ജീവികൾ, അതിൻ്റെ റൗസ് കാഷ്ടത്തിനാണ്. പിന്നെ റജീഅ് കൊണ്ട് ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നതും റസൂലുള്ള നഹാന റസൂലുള്ള, ഞങ്ങളോട് റസൂലുള്ള വിരോധിച്ചു. ഔ അദ്മിൻ, അല്ലെങ്കിൽ എല്ലുകൊണ്ട്, അദ്ം എന്ന് പറഞ്ഞാൽ എല്ല്. ഔ അദ്മിൻ, അല്ലെങ്കിൽ എല്ല്. അപ്പോൾ എല്ലുകൊണ്ട് അല്ലെങ്കിൽ റജിയ, മൃഗങ്ങളുടെ ചാണകം, കാഷ്ടം കൊണ്ട് ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നതും, 3 കുറഞ്ഞ കല്ലുകൊണ്ട് ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നതും, വലത് കൈകൊണ്ട് ഞങ്ങൾ ഇസ്തിൻജ നടത്തുന്നതും, കാഷ്ടിക്കുമ്പോഴും മൂത്രിക്കുമ്പോഴും ഖിബ്ലയെ അഭിമുഖീകരിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. ഇതാണ് സൽമാൻ്റെ ഹദീസ്. അപ്പോൾ ഈ ഹദീസിൽ ഖിബ്ലയെ ഇസ്തിഖ്ബാൽ ചെയ്യുക, കാഷ്ടിക്കുമ്പോൾ മൂത്രിക്കുമ്പോൾ ഖിബ്ലയെ മുന്നിടുക, ഖിബ്ലയെ ഫേസ് ചെയ്യുക, അത് വിരോധിച്ചു. വലത് കൈ കൊണ്ട് ഇസ്തിൻജ, ശൗചം ചെയ്യൽ വിരോധിച്ചു.
അത് വെള്ളം കൊണ്ടായാലും ഇനി വെള്ളത്തിന് പകരം പിന്നെ ഇനി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് കല്ല മറ്റോ ഉപയോഗിച്ചിട്ടാണെങ്കിലൊക്കെ വലത് കൈ കൊണ്ട് അത് ചെയ്യുന്നത് വിരോധിച്ചു. ഔ അന്നസ്തൻജിയ ബി അഖല്ല മിൻ സലാസത്തി അഹജാർ, 3-ൽ കുറഞ്ഞ കല്ലുകൾ കൊണ്ട് ഇസ്തിൻജാ നടത്താം. ചുരുങ്ങിയത് 3 കല്ലുകൾ ഇസ്തിൻജായിന് വേണം. അവിടെ 3 കല്ലുകൾ കൊണ്ട് എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ സലാസ മറാത്ത് എന്നാണ്, 3 തവണ എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് 3 കല്ല് തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു കല്ല് വലിയതാണെങ്കിൽ ആ കല്ലിൻ്റെ 3 ഭാഗമായാലും പ്രശ്നമല്ല. കാരണം ഇവിടെ തവണയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 തവണ എന്ത് ചെയ്യുക, പിന്നെ ചുരുങ്ങിയതുണ്ടായിരിക്കണം. എപ്പോൾ ഇസ്തിജ്മാറാണെങ്കിൽ, അല്ലെങ്കിൽ കല്ല് കൊണ്ട് വെള്ളം കൊണ്ടല്ല ഇസ്തിഞ്ചാ എങ്കിൽ ചുരുങ്ങിയത് 3 തവണ എന്ത് ചെയ്യണം, തടവണം. നജസ് പോയിട്ടുണ്ടെങ്കിൽ അത് മതി. നജസ് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒറ്റയായിട്ട് അവസാനിക്കുന്ന രീതിയിൽ എത്രയാണോ തടവേണ്ടത് അത്ര തടവണം. അതാണ്. ഔ അന്നസ്തൻജിയ ബി റജീഇൻ ഔ അദ്മിൻ, അല്ലെങ്കിൽ റജീ കൊണ്ട് അദ്മ് കൊണ്ട് ഇസ്തിൻജാ നടത്തുന്നത് വിരോധിച്ചു. ഇവിടെ കിബിലക്ക് മുന്നിടുക എന്നുള്ളത് നമുക്ക് ഇതിൽ പറയാതെ ഒന്നുകൂടി ഇവിടെ നമുക്കിത് ഇവിടെ ഇനി വരുന്നില്ല. അപ്പോൾ അത് നമുക്കിവിടെ വിശദീകരിക്കാം. വലത് കൈ കൊണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് വന്നത്. വലത് കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കഴുകാനും പാടില്ല, തുടച്ച് വൃത്തിയാക്കാനും പാടുള്ളതല്ല. ആ വലത്തെ കൈ കൊണ്ട് ഇതാക്കണം. പക്ഷെ നമ്മൾ പിന്നെ ഈ സ്പർശനം ഉണ്ടല്ലോ, കഴുകലേ, അതാണ് ഇടത്തെ കൈ കൊണ്ട്. കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പവിത്രമായ ഏതൊരു കാര്യത്തിന് വലതിനെയാണ് ബന്ധിപ്പിച്ചിരുന്നത്. എന്തെങ്കിലും മ്ലേച്ഛകരമായ ഉപദ്രവമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടത് കൈയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇടത് കൈ പിന്നെ കൊണ്ട് അതിനെ സ്പർശിക്കുക അത് പാടുള്ളതല്ല. ഇടത് കൈയിലേക്ക് പരക്കുന്ന രീതിയിലുള്ള ഉപയോഗവും വലത് കൈയിലേക്ക് നേരിട്ടാകുന്ന രീതിയിൽ കഴുകുക അത് പാടുള്ളതല്ല. വലത് കൈയിലേക്ക് ആവുന്ന രീതിയിലുള്ള തുടക്കലും കാര്യങ്ങൾ അതും വലത് കൈ കൊണ്ട് പാടുള്ളതല്ല. ഇവിടെ നമ്മൾ പറഞ്ഞ് ചുരുങ്ങിയത് 3 കല്ല് അല്ലെങ്കിൽ 3 തവണ അല്ല, കഴുകുമ്പോൾ വൃത്തിயான രീതിയിൽ കഴുകിയാൽ മതി. പക്ഷെ പിന്നെ തുടക്കുന്നതിനാണ് ചുരുങ്ങിയത് എന്തുണ്ടായിരിക്കണം, 3 തവണ തുടക്കണം എന്ന് പറഞ്ഞത്. 3-ൽ കുറഞ്ഞ തവണ പിന്നെ തുടച്ചാൽ ശരിയാവില്ല. മനസ്സിലായി? ചുരുങ്ങിയത് 3 തവണ. ഇവിടെ ഔ അന്നസ്തൻജിയ ബി റജീഇൻ ഔ അദ്മിൻ, എല്ല് കൊണ്ട് അല്ലെങ്കിൽ റജീ കൊണ്ട് ഇസ്തിൻജാ നടത്തുന്നവർ റസൂലുള്ളാഹി ഞങ്ങളോട് വിരോധിച്ചു. എന്തുകൊണ്ടാണ് എല്ല് കൊണ്ട് റജീ കൊണ്ടും ഇസ്തിൻജാ മലമൂത്ര വിസർജന ശൗചം ചെയ്യൽ പാടില്ല എന്ന് പറഞ്ഞത്? ഈ റജീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്ക് റജീ എല്ലാം നജസല്ല. റജീ എന്ന് പറഞ്ഞാൽ മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ റജീ നജസല്ല. ഇപ്പോൾ പശുവിൻ്റെ ചാണകം, ആടിൻ്റെ ഇതൊന്നും എന്തല്ല നജസല്ല. മാംസം ഭക്ഷ്യയോഗ്യം, ഒട്ടകം, ഇതിൻ്റെ ഒന്നും എന്തല്ല, മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസല്ല. അതേസമയം മാംസം ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ കാഷ്ടവും മൂത്രമാണ് എന്ത്, നജസ്. രക്തം നജസാണ്. എപ്പോൾ രക്തം ദമൻ മസ്ഫൂഹ്, ചിന്തപ്പെട്ടതാവുമ്പോൾ, ചിന്തി പുറത്ത് വന്നത് നജസാണ്. ശരിക്കും നമ്മൾ പിന്നെ പശുവിൻ്റെ ചാണകമായി പശുവിൻ്റെ മൂത്രമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഓരോ നമസ്കാര സമയത്ത് നമ്മളുടെ അലങ്കാരം സ്വീകരിക്കണം. നമ്മൾ ആ ഇതിൽ വൃത്തികേടിൽ പിന്നെ പോയിട്ട് നിസ്കരിക്കരുത് എന്നല്ല, അത് വൃത്തിയാക്കണം. അതേസമയം ഒരാൾ ഇത് കണ്ടത് നിസ്കരിച്ചതിന് ശേഷമാണ് എങ്കിൽ അയാൾ നിസ്കാരം മടക്കേണ്ടതില്ല. എപ്പോൾ മാംസം ഭക്ഷ്യയോഗ്യമായ ജീവികളുടെ സിബില്ലാത്ത്, കാഷ്ടവും മൂത്രവും അതാണുള്ളത് എങ്കിൽ. മനസ്സിലായോ? ഇവിടെ റജീ കൊണ്ടും അദ്മ് കൊണ്ടും റസൂലുള്ളാഹി ശൗചം ചെയ്യുന്നത് വിരോധിച്ചു. അതിൻ്റെ കാരണം പറഞ്ഞത് ഇപ്പോൾ സുബൈർക്ക് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നഹ സാദു ഇഖ്വാനിക്കുമുൽ ജിൻ, നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ ഏതിനെക്കുറിച്ച്? അളുമിനെക്കുറിച്ച്, എല്ലിനെക്കുറിച്ച്. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അൽഖമ ഇബ്നു മസ്ഊദിനോട് ചോദിക്കുകയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, റസൂലുള്ളാഹിൻ്റെ കൂടെ ജിന്നുകളുടെ രാത്രി ലൈലത്തുൽ ജിന്നിൽ നിങ്ങൾ ആരാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കൂടെ അന്ന് ആരും ഉണ്ടായിട്ടില്ല, റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് രാത്രി നഷ്ടപ്പെട്ട്, അങ്ങനെ ഞങ്ങൾ വളരെ മോശമായൊരവസ്ഥയിലാണ് ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്. കാരണം റസൂലുള്ളാഹിനെ കാണാനല്ല, എവിടെ പോയത് ഞങ്ങൾക്ക് അറിയണമില്ല. അങ്ങനെ പുലർന്ന വേളയിൽ റസൂലുള്ളാഹിൻ്റെ ഹിറയുടെ ഭാഗത്തു നിന്ന് വരുന്നത്, ഹിറാ ഗുഹ ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, റസൂൽ ഞങ്ങൾ എവിടുക്ക പോയത്?
ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഈ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു സംഘം ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഞാൻ ജിന്നുകൾക്ക് ഖുർആൻ പാരായണം നടത്തി രാത്രി. ജിന്നുകൾ എന്നോട് ചോദിച്ച്, അപ്പോൾ ജിന്നുകളുടെ വാർത്ത ചോദിച്ചു വരും. അപ്പോൾ ജിന്നുകൾ എന്നോട് ചോദിച്ച് ഞങ്ങൾക്കുള്ള സാദ് ഭക്ഷണം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഭക്ഷണം എല്ലാമാണ്, അളുമാണ്. അതിൽ ബിസ്മി ചൊല്ലിയ എല്ലാ അളുമും നിങ്ങൾക്ക് ഭക്ഷണമാണ് എന്ന് പറഞ്ഞ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ്, പിന്നെ അത് നിങ്ങൾക്ക് ഭക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എത്രമാത്രം മാംസമുള്ള അവസ്ഥയിലാണോ ആ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടും. ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ ആ എല്ല് നിങ്ങളുടെ ഭക്ഷണമായിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിലുള്ള മാംസം ഭക്ഷിക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ടോ, ഔഫറ മിമ്മാക്കാൻ, ഉള്ളതിനേക്കാൾ സമൃദ്ധമായിരിക്കും നിങ്ങൾക്ക് ഈ എല്ലുകൾ എന്ന് പറഞ്ഞു. റജിയനെ കുറിച്ച് പറഞ്ഞ്, അത് നിങ്ങളുടെ ദവാബ്, ജിന്നുകളുടെ മൃഗങ്ങളുണ്ടല്ലോ, അവർക്കുള്ള ഭക്ഷണമാണ് റജിയ. അപ്പോൾ എല്ലിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ് അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. റജിയനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ് അത് ജിന്നുകളുടെ വാഹനങ്ങളായ ദവാബ്, മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഇവ കൊണ്ട് ശൗചം ചെയ്യരുത്, നിങ്ങൾ ഇവ കൊണ്ട് ശൗചം ചെയ്യരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ശൗചം ചെയ്യരുത് എന്ന് പറഞ്ഞത്? അത് ജിന്നുകളുടെ ഭക്ഷണമാണ്, ജിന്നുകളുടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണവുമാണ് എന്നുള്ളതാണ് അതിൽ ഒരു ഹിക്മത്ത്. ഇമാം ദാറഖുത്നിയുടെ റിവായത്തിൽ ഇന്നഹുമാ ലാ യുതഹറാനി, ഈ റജിയും അതുമും എല്ലും റജിയും അത് രണ്ടും ശുദ്ധിയാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ പലരും പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ശുദ്ധീകരിക്കാൻ എന്തല്ല, പര്യാപ്തമല്ല. മനസ്സിലല്ലേ? എല്ല് ഉണ്ടല്ലോ, എല്ല് മിനുസുള്ള എല്ല് നമ്മൾ കണ്ണാടി ചില്ലുകൊണ്ട് വൃത്തിയാക്കിയ മാതിരി ആയിരിക്കും, വൃത്തിയാവില്ല, പറഞ്ഞല്ലേ? പിന്നെ അതേപോലെ തന്നെ ഈ റജീവ് കൊണ്ട് ചിലപ്പം വൃത്തിയായിക്കൊള്ളുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു റിവായത്തിലുണ്ട്, ഇവ രണ്ടും വൃത്തിയാക്കുവാൻ പര്യാപ്തമല്ല, ശുദ്ധിയാക്കാൻ പര്യാപ്തമല്ല. പക്ഷേ സഹീഹായ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് മലമൂത്ര വിസർജന ശൗചം ചെയ്യരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യർ കഴിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ശേഷിക്കുന്ന എല്ല് ജിന്നുകൾ ബിസ്മി ചൊല്ലി കഴിക്കുകയാണ് എങ്കിൽ അത് അതിന്മേൽ മുമ്പ് മനുഷ്യന്മാർ കഴിക്കുന്നതിന് മുമ്പ് മാംസം ഉണ്ടല്ലോ, അതിനേക്കാൾ സമൃദ്ധമായിട്ട് മാംസം ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ ഈ റജിയ അതും എന്ത് ചെയ്യും, അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ്. അവർ ബിസ്മി ചൊല്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, അത് ധാന്യങ്ങളാണെങ്കിൽ ആ ധാന്യങ്ങൾ സമൃദ്ധമായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ആ രീതിയിൽ അത് സമൃദ്ധമായിരിക്കും എന്നുള്ളതാണ്. ജിന്നുകളുടെ മൃഗങ്ങൾ, ജിന്നുകളിലുള്ള മൃഗങ്ങൾ ആ വർഗത്തിൽപ്പെട്ടതാണ്. നമ്മളുടെ ദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്ത ഒരു വിഭാഗം ആണ് അവർ. പക്ഷേ അവരെക്കുറിച്ച് എന്താണോ പ്രമാണങ്ങൾ പറഞ്ഞത് അതിൽ പരിമിതപ്പെടുകയാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹദീസ്. ലഖദ് നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ബിഗായിത്തിൻ ഔ ബൗലിൻ ഔ അൻ നസ്തൻജിയ ബിൽ യമീനി ഔ അൻ നസ്തൻജിയ ബി അഖല്ല മിൻ സലാസതി അഹ്ജാരിൻ ഔ അൻ നസ്തൻജിയ ബി റജീഇൻ ഔ അദ്മിൻ. റവാഹു മുസ്ലിം. ഇത് മുസ്ലിമിൻ്റെ റിവായത്താണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഇനി അടുത്തത് വലിസ്സബഅതി അൻ അബി അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു. വലിസ്സബഅതി അൻ അബി അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു. വലിസ്സബഅ, സബഅക്കുണ്ട്, സബഅ എന്ന് പറഞ്ഞാൽ അബി അയ്യൂബിൽ അൻസാരി മിൻ ഹദീസ് അബി അയ്യൂബിൽ അൻസാരി. തയ്യബ് മാഫി മുഷ്കിൽ. വലിസ്സബഅതി, സബഅക്കുണ്ട്. സബഅ എന്ന് പറഞ്ഞാൽ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ് ഈ 7 പേർ അവർക്കുണ്ട്. അല്ലെങ്കിൽ മിൻ ഹദീസ് അബി അയ്യൂബിനിൽ അൻസാരി, അബു അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിലുണ്ട്. അപ്പോൾ അബു അയ്യൂബുൽ അൻസാരിയിൽ നിന്നാണ് ഇവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരി സഹീഹിൽ, ഇമാം മുസ്ലിം സഹീഹിൽ, അബൂദാവൂദ് സുനനിൽ, തുർമുദി സുനനിൽ, അതേപോലെ പിന്നെ നസായി അവിടുത്തെ സുനനിൽ, ഇബ്നു മാജയും സുനനിൽ, ഇമാം അഹ്മദ് മുസ്നദിൽ. അബു അയ്യൂബുൽ അൻസാരിയിൽ നിന്ന് സബഅയുടെ റിവായത്തിലുണ്ട്. എന്താ ഉള്ളത്? ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ല, ഫലാ തസ്തഖ്ബിലു അൽ ഖിബ്ല, നിങ്ങൾ ഖിബ്ലയെ മുന്നിടരുത്. വലാ തസ്തദ്ബിറൂഹ, നിങ്ങൾ ഖിബ്ലക്ക് പിന്നിടുകയും ചെയ്യരുത്.
വലാ തസ്തദ്ബിറൂഹ, നിങ്ങൾ ഖിബിലയ്ക്ക് പിന്നിടുകയും ചെയ്യരുത്. ബിഗായിത്തിൻ ഔ ബൗലിൻ, എങ്ങനെ ബിഗായിത്തിൻ കാഷ്ടിച്ചുകൊണ്ടും, ഔ ബൗലിൻ അല്ലെങ്കിൽ മൂത്രിച്ചുകൊണ്ടും. അപ്പോൾ കാഷ്ടിക്കുമ്പോഴും മൂത്രിക്കുമ്പോഴും ഖിബിലയെ മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. വലാ തസ്തദ്ബിറൂഹ, ഇതിങ്ങോട്ട് മുന്തിപ്പിക്കും ചെയ്തിട്ട്. വലാക്കിൻ എന്നാൽ ഷർരിഖു ഔ ഗർരിബു, ഷർരിഖു ഷർരിഖു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിയുക, ഔ ഗർരിബു അല്ലെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുക. ഷർരിഖു എന്ന് പറഞ്ഞാൽ ഷർക്കിലേക്ക് തിരിയുക, കിഴക്കിലേക്ക്. ഔ ഗർരിബു അല്ലെങ്കിൽ നിങ്ങൾ ഗർബിലേക്ക് തിരിയുക, പടിഞ്ഞാറിലേക്ക് തിരിയുക. ഗർബ് പറഞ്ഞാൽ പടിഞ്ഞാറ്. മനസ്സിലായ? ഇതിൽ അബു അയ്യൂബുൽ അൻസാരി, അബു അയ്യൂബുൽ അൻസാരി ആരാ? അബു അയ്യൂബുൽ അൻസാരി അദ്ദേഹം ഖാലിദ് ഇബ്നു സെയ്ദ്, ഖാലിദ് ഇബ്നു സെയ്ദ് അൽ അൻസാരി അൽ ഖസ്റജി. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ആദ്യമായിട്ട് മുട്ടുകുത്തിയിട്ട് റസൂലുള്ള പാർത്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അബു അയ്യൂബുൽ അൻസാരി, അദ്ദേഹം അബു അയ്യൂബുൽ അൻസാരി അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഖാലിദ് ഇബ്നു സെയ്ദ് എന്നാണ്. ഖാലിദ് ഇബ്നു സെയ്ദ്. അദ്ദേഹം നജ്ജാരിയാണ്, ഖസ്റജിയാണ്, അൻസാരിയാണ്. നജ്ജാരി എന്ന് പറഞ്ഞാൽ ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനാണ്, റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരനാണ്. ഖാലിദ് ഇബ്നു സെയ്ദ് ആദ്യമായിട്ട് മദീനയിലേക്ക് റസൂലുള്ള വന്നില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഓരോരുത്തരും റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചല്ലേ, വലിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം ഒട്ടകത്തിനെ വിടാൻ. ദഊഹ ഫഇന്നഹ മഅ്മൂറ, ഒട്ടകത്തെ വിട്ടോളൂ, ഒട്ടകം അതൊരു കൽപ്പനയ്ക്ക് കീഴിലാണ് പോണത്, അത് അതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ മുട്ടുകുത്തും. പക്ഷേ ഓരോരുത്തരും ഇങ്ങനെ റസൂലുള്ളാഹിനുള്ള താല്പര്യത്തിലും സ്നേഹത്തിലും വലിക്കുമ്പോൾ പിന്നെ അബു അയ്യൂബുൽ അൻസാരി റസൂലുള്ളാഹിൻ്റെ ഒട്ടകപ്പുറത്ത് റസൂലുള്ളാഹിൻ്റെ യാത്രാ സാമഗ്രികളുണ്ടല്ലോ അത് അഴിച്ചെടുത്തിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് വേഗം. അത് അദ്ദേഹത്തിന് മാത്രമാണ് തോന്നിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിന്നെ ഒട്ടകം മുട്ടുകുത്തി, പക്ഷേ റസൂലുള്ള ഇവിടെ അന്തി ഉറങ്ങും. അപ്പോൾ റസൂലുള്ള പറഞ്ഞാൽ അൽ മർഉ മാ റഹ്ലിഹി, ഒരാൾ അന്തി ഉറങ്ങേണ്ടത് അയാളുടെ റഹ്ല് യാത്രാ സാമഗ്രികൾ എവിടെയാണ് അവിടെയാണ്. അപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി പറഞ്ഞത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഇതുമില്ല, ന്യായമല്ല. കാരണം യാത്ര പിന്നെ സാധനങ്ങളൊക്കെ അത് വേണമല്ലോ, രാത്രിയിൽ വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പോവുകയും ചെയ്തു, ഒരാൾക്കൊരു പ്രശ്നമല്ല. അബൂ അയ്യൂബുൽ അൻസാരി അദ്ദേഹം അഖബയിൽ പങ്കെടുത്തിട്ടുണ്ട്, അഖബ ഉടമ്പടിയിൽ, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിലും അതേപോലെ തന്നെ എല്ലാ ഇതിലും പങ്കെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. അബൂ അയ്യൂബുൽ അൻസാരി മരണപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധത്തിലാണ്, കുസ്തന്തീനിയ. അദ്ദേഹം പിന്നെ അമവി ഖിലാഫത്തിൽ ജീവിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച് മുആവിയയ്ക്ക് ശേഷം മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ് ഭരണാധികാരിയായിരിക്കെ പിന്നെ അത് യസീദാണ് ആദ്യത്തെ സൈന്യത്തെ നയിക്കുന്നത് കുസ്തന്തീനിയയിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. അങ്ങനെ കുസ്തന്തീനിയ പിന്നെ പിടിച്ചെടുക്കാനുള്ള സൈന്യത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ കുസ്തന്തീനിയ യുദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കുസ്തന്തീനിയയിലൊരു കോട്ടയുണ്ട്, ആ കോട്ടയുടെ താഴ്ഭാഗത്തായിട്ടാണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തത്, അദ്ദേഹത്തെ മറമാടിയത്. ഇന്നും തുർക്കിയിലാണ് അബൂ അയ്യൂബുൽ അൻസാരിയുടെ പിന്നെ ഖബർസ്ഥാനുള്ളത്. ഹിജ്റയുടെ 52 അദ്ദേഹം മരണപ്പെടുന്നത്. അവ്വൽ ജയ്ഷിൻ യഖ്റുജു ഇലൽ ഖുസ്തന്തീനിയ മഗ്ഫൂറുൻ ലഹും, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പുറപ്പെടുന്ന ആദ്യ സൈന്യം മഗ്ഫൂറുൻ ലഹും, പാപം പൊറുക്കപ്പെട്ട വിഭാഗമാണ് എന്നൊരു ഹദീസുണ്ട്, സഹിഹായ ഹദീസാണ്. ഏതായാലും അദ്ദേഹം പിന്നെ ആ യുദ്ധത്തിലാണ്, കുസ്തന്തീനിയ യുദ്ധത്തിലാണ് മരണപ്പെടുന്നത്. അൻ അബി അയ്യൂബിൻ അൻസാരി റളിയല്ലാഹു അൻഹു ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ല, നിങ്ങൾ ഖിബ്ലയെ മുന്നിടരുത്. വലാ തസ്തദ്ബിറൂഹ, നിങ്ങൾ ഖിബ്ലയെ പിന്നിടുകയും ചെയ്യരുത്. ബിഗായിത്തിൻ ഔ ബൗലിൻ, കാഷ്ടിക്കുമ്പോഴും മൂത്രിക്കുമ്പോഴും. വലാക്കിൻ എന്നാൽ ഷർരിഖു ഔ ഗർരിബു, നിങ്ങൾ കിഴക്കിലേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ തിരിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുന്നത് മദീനയിൽ വെച്ചാണ്. അപ്പം മദീനയുടെ കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞാൽ എന്തില്ല, കിബില കിട്ടൂല. എന്നാൽ മദീനയുടെ വടക്ക് തെക്ക് തിരിഞ്ഞാൽ എന്തായി, തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കിബിലക്ക് മുന്നിടലായി, വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാലോ കിബിലക്ക് പിന്നിടലുമായി.
അതുകൊണ്ട് റസൂലുള്ള മദീനക്കാരോടാണ് കൽപ്പിക്കുന്നത്, ശർരിഖു, നിങ്ങൾ കിഴക്കിലേക്ക് തിരിയുക, ഔ ഗർരിബു, അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് തിരിയുക. ഇത് മദീനക്കാരോട് മാത്രമുള്ള കൽപ്പനയാണ്, അല്ലെങ്കിൽ മദീനയുടെ ഭാഗത്തുള്ള ആ ദിശയിലുള്ള ആളുകളോടുള്ള കൽപ്പനയാണ്. മദീനയുടെ ഭാഗത്ത്, അതല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ യമൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങനെയാണ്, താഴത്ത്. അതേസമയം പിന്നെ ഇന്ന് നമ്മളൊക്കെ ഏത് ഭാഗത്താണ്? നമ്മൾ കഅബയുടെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ നമുക്ക് പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞാലും മുന്നിടലായി കിബിലയിലേക്ക്. നമ്മൾ പിന്നിട്ടാലോ, അല്ല നമ്മൾ ഇങ്ങോട്ട് കിഴക്കിലേക്ക് മുന്നിട്ടുണ്ടെങ്കിൽ കിബിലയിലേക്ക് പിന്നിടലായി. അപ്പോൾ നമുക്ക് കിഴക്കിലേക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാൻ പാടുള്ളതല്ല. ഇവിടെ ഒരു ഇഷ്കാല്, ഈ ഹദീസിലുള്ള കൽപ്പന എന്താ? കൽപ്പന നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കിബിലക്ക് മുന്നിടാനും പാടില്ല, കിബിലക്ക് പിന്നിടാനും പാടുള്ളതല്ല. പക്ഷേ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഒരു ദിവസം ഞാൻ ഹഫ്സയുടെ വീടിൻ്റെ മണ്ടയിൽ കയറി, വീടിൻ്റെ മുകളിൽ കയറി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറിയയിലേക്ക് മുന്നിട്ട് കിബിലയിലേക്ക് പിന്നിട്ട് തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് കണ്ടു എന്നാണ്. അതായത് അപ്പോൾ റസൂൽ അവർക്ക് തിരിയണത് കിബിലയിലേക്ക് പിന്നിട്ടിട്ടാണ്, സിറിയയുടെ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് കണ്ടു. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മനസ്സിലായി? അപ്പോൾ അതിലെന്താ ഇത്? റസൂൽ എന്താ കൽപ്പിക്കണത്? മുന്നിടാനും പാടില്ല, പിന്നിടാൻ പാടില്ലതല്ല. ഇതിനോട് എതിരായി എന്ത്? ആ പ്രവൃത്തി, റസൂലുള്ളാഹിൻ്റെ പ്രവൃത്തി. റസൂൽ എന്ത് ചെയ്യണത്? കിബിലയിലേക്ക് പിന്നിടുകയാണ് ചെയ്യുന്നത്. വേറെ ഹദീസ് അബൂ അയ്യൂബുൽ അൻസാരിയിൽ തന്നെയുള്ള ഹദീസിൽ കാണാം, ഞങ്ങൾ സിറിയയിലേക്ക് പോയപ്പോൾ അവിടെ മറാഹിദുകൾ, കക്കൂസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കിബിലക്ക് അഭിമുഖമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ആ മറാഹിദിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും? തെറ്റിയിരിക്കുമായിരുന്നു എന്നാണ്. ഞങ്ങൾ തെറ്റിയിരിക്കും. കിബിലക്ക് അഭിമുഖമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുണ്ടാക്കിയിട്ടുള്ളത്? കക്കൂസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ അതിലാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? തെറ്റിയിരിക്കും. ആ ഹദീസും സഹിയാണ്, പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഈ ഹദീസുകൾ മൂന്നും ഇങ്ങനെയുള്ളത് കാരണത്താൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. എന്താ അഭിപ്രായ വ്യത്യാസം? ഒരു വിഭാഗം പറഞ്ഞ് മുത്തലഖൻ വെളിമ്പ്രദേശത്തായാലും ബിൽഡിങ്ങിനുള്ളിലായാലും എടുപ്പുകൾക്കുള്ളിലായാലും കിബിലയിലേക്ക് മുന്നിടാനും പാടുള്ളതല്ല, പിന്നിടാനും പാടുള്ളതല്ല. കാരണം എന്താ? റസൂലുള്ളാഹിൻ്റെ കൽപ്പന എന്താ? വലാ തസ്തഖ്ബിൽ ഖിബ്ല വലാ തസ്തദ്ബിറുഹ. അവിടെ ഇനിയിപ്പോൾ മരുഭൂമിയിലാണെങ്കിലും അല്ലെങ്കിൽ വെളിമ്പ്രദേശത്താണെങ്കിലും വ്യത്യാസം പറഞ്ഞിട്ടില്ല. പിന്നെയോ ഒരിക്കലും മലമൂത്ര വിസർജന വേളയിൽ കിബിലയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളത്? മുന്നിടാൻ പാടുള്ളതല്ല, പിന്നിടാൻ പാടുള്ളതല്ല. നിർവഹണം അതിനി എവിടെയാണെങ്കിലും ശരി. ചിലപ്പം ബിൽഡിങ്ങിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ ഉണ്ടായിരിക്കും. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇമാം ഇബ്നു ഹസം, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്രാഹിം ഉന്നഖഈ, സുഫിയാൻ സൗരി, ഇമാം മുജാഹിദ്. ഇവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. എന്ത്? എവിടെയാണെങ്കിലും ഇനി ഒരു കക്കൂസിനുള്ളിലാകട്ടെ, അല്ലെങ്കിൽ ഇനി എന്തിന് ഒരു മരത്തിനോ അല്ലെങ്കിൽ ഒരു മലക്കോ ഒരു കല്ലിനോ ഒക്കെ മറയായിട്ടാകട്ടെ, എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? കിബിലയെ മുന്നിടാനും പാടുള്ളതല്ല, പിന്നിടാൻ പാടുള്ളതല്ല ഒരവസ്ഥയിലും. അപ്പോൾ അവർക്കുള്ള തെളിവെന്താണ്? തെളിവിതാണ്, വലാ തസ്തഖ്ബിൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹ. അബൂ അയ്യൂബുൽ അൻസാരിൻ്റെ ഹദീസിൽ എന്താ ഉള്ളത്? അത് കക്കൂസിലാണ്. അവരിയ്ക്കുന്നത് എവിടെയാണ്? കക്കൂസിലാണ്. പക്ഷേ കക്കൂസ് നിർമ്മിച്ചത് എങ്ങട്ടാ? കിബിലയുടെ ഭാഗത്തേക്ക്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവർ തെറ്റിയിരിക്കുമായിരുന്നു എന്നാണ്. കിബിലക്ക് അഭിമുഖമാകാതെ അവർ തെറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തേട്ടം എന്താണ്? ഒരിക്കലും കിബിലയെ മുന്നിടാനും പാടുള്ളതല്ല, പിന്നിടാനും പാടുള്ളതല്ല. അപ്പോൾ ഇബ്നു ഉമറിൻ്റെ ഹദീസിന് എന്ത് മറുപടി അറിയും? എന്താ ഇബ്നു ഉമറിൻ്റെ ഹദീസിലുള്ളത്? ഹഫ്സയുടെ വീടിൻ്റെ മുകളിൽ ഞാൻ കയറിയപ്പോൾ റസൂലുള്ളാഹി സിറിയക്ക് അഭിമുഖമായിട്ട് കിബിലക്ക് പിന്നിട്ടിട്ട് തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ അതിനെന്താ മറുപടി കൊടുക്കുക? അതിന് മറുപടി കൊടുത്തത് ഇബ്നുൽ ഖയ്യിം, അതേപോലെ തന്നെ ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്നു ഹസം, ഇവരുടെയൊക്കെ പക്ഷം അവർ പറഞ്ഞത് അത് റസൂലുള്ളാഹിക്ക് ഖാസാണ്. ഒന്ന് അല്ലെങ്കിൽ ഒരു ഉഴുതറ് കാരണത്താൽ, ഒഴിവ് കഴിവ് കാരണത്താൽ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ മറവി കാരണത്താലാണ്. ഒന്നുകിൽ മറന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഒഴിവ് കഴിവുണ്ടായി, അല്ലെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമാണ്. റസൂലുള്ളാഹിക്ക് പ്രത്യേകമാണ്. അതെന്തല്ല, അത് മുഴുവൻ ജനങ്ങൾക്കുള്ളതല്ല എന്നാണ് ആ ഇബ്നു ഉമറിൻ്റെ, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിവായത്തിന് ഈ പണ്ഡിതന്മാർ നൽകിയ മറുപടി. മനസ്സിലായി? ഇമാം മുജാഹിദ്, ഇബ്രാഹിം ഉന്നഖഈ, സുഫിയാൻ സൗരി,
ഇവരുടെയൊക്കെ പക്ഷമാണിത്. ഇബ്നു ഹസം, ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ ഇവരൊക്കെ പറഞ്ഞതാണ്. ഒരവസരത്തിലും അതിന് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാകട്ടെ വെളിം പ്രദേശത്താകട്ടെ കിബിലയെ അഭിമുഖീകരിക്കലും കിബിലയെ പിന്നിടലും എന്ത് ചെയ്യാനുള്ള പാടുള്ളതല്ല. ഈ കിബിലയെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ വെച്ചിട്ട് വെളിം പ്രദേശത്താണെങ്കിലും നമുക്ക് നേരിട്ട് കിബിലയെ അഭിമുഖീകരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ നമ്മുടെ മുമ്പിലൊരു മറ ഉണ്ടാകും, ഒന്നുകിലൊരു മല ഉണ്ടാകും, അല്ലെങ്കിൽ കുന്നുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിബില അവിടെ അല്ലേ? ആരും മത്താഫ് പോയിരുന്നിട്ട് നേരിട്ട് ചെയ്യൂല. മത്താഫിൽ പോയിട്ട് നേരിട്ടാണെങ്കിൽ ആണ് ഇത് മുന്നിടലും പിന്നിടലും വരുന്നത്. അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ ഉണ്ടാവും. പ്രത്യേകിച്ച് കാബയുടെ നിർമ്മാണം എങ്ങനെ? കാബ എവിടെയുള്ളത്? കാബ മലകളുടെ ഇടയിലടിയിലാണ് അല്ലേ? ചുറ്റും അതിൽ മലകളാണ്. അപ്പോൾ ഒരിക്കലും നേരിട്ട് കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതും കിബിലയെ പിന്നിടുക എന്നുള്ളതും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരിക്കലും കിബിലയെ അഭിമുഖീകരിക്കാൻ പാടുള്ളതല്ല. അത് മരുഭൂമിയിലാകട്ടെ, ഇനി ഏതെങ്കിലും എടുപ്പുകൾക്കുള്ളിലാകട്ടെ. എന്നാൽ ഇബ്നു ഉമറിൽ നിന്ന് വന്ന ഹദീസിൽ അത് റസൂലുള്ളാഹിക്ക് ഖാസായ ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് എന്തോ ഒരു ഒഴിവ് കഴിവുള്ളത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം ചെയ്തതാണ്. അതാണ് അവരതിന് നൽകിയ മറുപടി. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് ഒരു എടുപ്പിനുള്ളിലാണ് എങ്കിൽ, എടുപ്പിന് പറഞ്ഞാൽ ബിൽഡിങ്ങിനുള്ളിലാണ് എങ്കിൽ കിബിലക്ക് അഭിമുഖീകരിക്കുന്നതും പ്രശ്നമല്ല, കിബിലക്ക് പിന്നിടുന്നതും പ്രശ്നമല്ല. എന്നാൽ വെളിം പ്രദേശത്താണ് എങ്കിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? കിബിലയെ അഭിമുഖീകരിക്കാനോ കിബിലക്ക് പിന്നിടാനോ പാടുള്ളതല്ല. ഈ അഭിപ്രായമാണ് ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെയൊക്കെ അഭിപ്രായം. മനസ്സിലായ? ഈ അഭിപ്രായമാണ് ഇബ്നു ഉമറിൻ്റെത്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഈ അഭിപ്രായമാണ് ഇമാം ആമിർ ഷാബി, ഇമാം ആമിർ അഷാബി ഇവരുടെ അഭിപ്രായം ഇതാണ്. എന്താ അഭിപ്രായം? വെളിം പ്രദേശത്താണെങ്കിൽ മുന്നിടാനോ പിന്നിടാനോ പാടുള്ളതല്ല. ഒരു എടുപ്പിനുള്ളിലാണ് എങ്കിൽ എന്ത് ചെയ്യാം? മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാം. ഇബ്നു ഉമർ അങ്ങനെ പറയാൻ കാരണം മർവാനുൽ അസ്ഫർ എന്ന് പറയുന്ന ഒരു താബിഈ ഒരിക്കൽ ഒരു രംഗം കണ്ട് ഇബ്നു ഉമർ എന്ത് ചെയ്ത് തൻ്റെ ഒട്ടകത്തെ കിബിലക്ക് അഭിമുഖമായിട്ട് മുട്ടുകുത്തിച്ച്, കിബിലയിലേക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്ത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച്. എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ മറയിലിരുന്നിട്ട് എന്ത് ചെയ്ത് ഇബ്നു ഉമർ മൂത്ര വിസർജനം നടത്തി. അപ്പോൾ മർവാനുൽ അസ്ഫർ ചോദിച്ചു, ഇബ്നു ഉമർ ഇത് വിരോധിക്കപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ കൊടുത്ത മറുപടി ഫവായിൽ എന്നാ വെളിം പ്രദേശത്തിലാണ് എങ്കിലാണ് ഇത് വിരോധിക്കപ്പെട്ടത്. നിൻ്റെയും ഖിബിലയുടെയും ഇടയിലൊരു മറയുണ്ട് എങ്കിൽ ഇതെന്തല്ല, വിരോധിക്കപ്പെട്ടതല്ല എന്നാണ് ഇബ്നു ഉമർ പറഞ്ഞത്. മനസ്സിലായോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത് അത് സംഭവം സഹിയായി ഉദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഇബ്നു ഉമറിൻ്റെ അഭിപ്രായം ഏതാണ്? ഒരാൾ ഫളായിൽ ഒഴിവുള്ള വെളിം പ്രദേശത്തിലാണ് എങ്കിൽ കിബിലയെ അഭിമുഖീകരിക്കാനോ പിന്നിടാനോ പാടുള്ളതല്ല. അതേസമയം മുന്നിലൊരു മറ ഉണ്ട് എങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇതേ അഭിപ്രായമാണ് ഇമാം ആമിർ ഷാബി, അതേപോലെ ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെയൊക്കെ പക്ഷം. പക്ഷേ ശരിയോടടുത്തത് ആദ്യത്തെ അഭിപ്രായമാണ്. ആദ്യത്തെ അഭിപ്രായമാണ്. കാരണം ആദ്യത്തെ അഭിപ്രായം കൊണ്ട് അമലെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഹദീസുകളും ഇതിൽ പരിഗണിക്കപ്പെട്ട്, പരിഗണിക്കപ്പെട്ട് ഈ ഹദീസ് പരിഗണിച്ച്, അബൂ അയ്യൂബ് അൻസാരിയുടെ ഹദീസ് പരിഗണിച്ച്, മറ്റേ സിറിയയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട അത് പരിഗണിച്ച്, ഇബ്നു ഉമറിൻ്റെ ഹദീസും പരിഗണിച്ച്, ഇബ്നു ഉമറിൻ്റെ ഹദീസിന് അവർ ചെയ്ത ഒരു നല്ല തൗജീഹ് പറഞ്ഞത്. അതെന്താ? അത് റസൂലുള്ളാഹിക്ക് ഖാസായ ഒരവസ്ഥയാണ്. റസൂലുള്ളാഹിക്ക് ഒരു ഒഴിവ് കഴിവ് കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ എടുപ്പിലായാലും എടുപ്പിനുള്ളിലായാലും അതല്ല വെളിം പ്രദേശത്തായാലും കിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കിബിലയെ പിന്നിട്ടുകൊണ്ട് നമ്മളുടെ മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത് പാടുള്ളതല്ല. മനസ്സിലായത്? وعن عائشة رضي الله عنها قالت إن النبي صلى الله عليه وسلم قال من أتى الغائط فليستتر رواه أبو داود. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം. وعن عائشة رضي الله عنها قالت അവർ പറഞ്ഞു إن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ അത്തൽ ഗായിത്ത് വല്ലവരും മലമൂത്ര വിസർജന സ്ഥലത്തെത്തിയാൽ, ഗായിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മലമൂത്ര വിസർജന സ്ഥലം എന്നുള്ള ഉദ്ദേശാർത്ഥമാണ്. മലമൂത്ര വിസർജന സ്ഥലത്തെത്തിയാൽ ഫൽയസ്തതിർ അവൻ മറ സ്വീകരിക്കട്ടെ, റവാഹു അബൂദാവൂദാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത്. അബൂദാവൂദ് മാത്രമല്ല, ഈ ഹദീസ് ഇമാം അബൂദാവൂദും അതേപോലെ ഇബ്നു മാജ, തുർമുദി, നസായി എന്നിവരും ഇമാം ഹാക്കിം, ഇബ്നു ഹിബ്ബാൻ എന്നിവരും ഒക്കെ ഈ ഹദീസ് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആയിഷയിൽ നിന്നല്ല, അബൂ ഹുറൈറയിൽ നിന്നാണ്. അപ്പോൾ ഈ ഹദീസ് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് അതിൻ്റെ സിഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിനെ പലരും ദുർബലപ്പെടുത്തി. കാരണം ഈ ഹദീസിൽ അബൂ സഈദ് അൽ ഹുബ്രാനി എന്ന് പറയുന്ന റാവിണ്ട്. അബൂ സഈദ് അൽ ഹുബ്രാനി
ഈ അബു സഈദ് അൽ ഹുബ്രാനി അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ഹുസൈൻ അൽ ഹുബ്രാനിയാണ്. ഹുസൈൻ ഇദ്ദേഹം മജ്ഹൂലാണ്, ഈ ഹുസൈൻ അൽ ഹുബ്രാനി. അതുകൊണ്ട് തന്നെ അബൂ സഈദ് അൽ ഹുബ്രാനിയിൽ നിന്നുള്ള ഹുസൈൻ അൽ ഹുബ്രാനിയുടെ റിവായത്താണ് ഈ ഹദീസ് എന്നതിനാൽ ഇത് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇയാൾ ആരാണെന്ന് അറിയില്ല, ഈ ഹുസൈൻ അൽ ഹുബ്രാനി മജ്ഹൂലാണ്. അതുകൊണ്ട് തന്നെ ദുർബലം എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഈ ഹദീസ് പിന്നെ അബൂ ഹുറൈറയിൽ നിന്ന് സുനനിൻ്റെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും ഹാക്കിമും ഇമാം നവവിയും ഒക്കെ ഇത് സഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഇത് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഹദീസിൻ്റെ സനദിൽ ദുർബലത ഉണ്ടെങ്കിലും ഹദീസിൻ്റെ മത്തിൻ്റെ ആശയം ശരിയാണ്. അതെന്താ? മൻ അത്തൽ ഗായിത്ത്, വല്ലവരും ഗായിത്തിലെത്തിയാൽ ഫല്യസ്തതിർ, അവൻ മറ സ്വീകരിക്കട്ടെ. മിൻ ജിഹത്തിൽ മാന സഹിഹാണ് അല്ലേ? ആശയം നോക്കിയാൽ അതെന്താണ്? സഹിഹാണ്. സനദിൻ്റെ പക്ഷം മാത്രമേ എന്തുള്ളൂ, അതിൽ ദുർബലതയുള്ളൂ. ദുർബലത പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം പരിഗണിച്ചാൽ. പക്ഷേ ഹാക്കിം, ഇബ്നു ഹിബ്ബാൻ, നവവി, ഇബ്നുൽ മുലഖിൻ ഇവരൊക്കെ അത് സഹിഹാണ് എന്ന പക്ഷക്കാരാണ്. ഇബ്നു ഹജർ ഈ ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അലാ കുല്ലിൻ ഹദീസിൽ എന്താ പറയണത്? ഗായത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ മറ സ്വീകരിക്കട്ടെ. ഈ ഹദീസിൻ്റെ ഈ ഫലാ തസ്തഖ്ബിൽ ഖിബ്ല വലാ തസ്തദ്ബിറുഹ എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് വേറെ ഖിബ്ലയുടെ മഹത്വമാണ്. എന്തുകൊണ്ടാണ് ഖിബ്ലക്ക് മുന്നിടരുത് എന്ന് പറഞ്ഞത്, ഖിബ്ലക്ക് പിന്നിടരുത് പറഞ്ഞത്? അത് കഅബക്കുള്ള മഹത്വം പഠിപ്പിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം